റിപ്പോർട്ടേഴ്സ് ഡയറിയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. വികസന പദ്ധതിയുടെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്ന ജനങ്ങൾ. നിർദ്ദിഷ്ട ഗെയിൽ വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്ന മലബാറിലെ 5 ജില്ലകളിലെ സാധാരണക്കാരുടെ പ്രശ്നമാണിത്. സുരക്ഷിതമില്ലാത്ത രീതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലാണ് ജനങ്ങൾക്ക് എതിർപ്പ്. വാതക ദുരന്തങ്ങളുടെ വാർത്തകൾ തുടരും തോറും ഇവരുടെ ഉറക്കം കെടുന്നു. മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ടർ സൈഫുദ്ദീൻ. ആ പുതിയ പൈപ്പ് ലൈൻ ആ വീടുകളുടെ നടുവിലൂടെ അവരുടെ ഹൃദയങ്ങളെ ഭേദിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള പ്രകൃതിവാതകം കൊച്ചിയിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് വഴി മംഗലാപുരത്തേക്ക് കരമാർഗം എത്തിക്കുന്നതിനായി നവരത്ന കമ്പനികളിലൊന്നായ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് പൈപ്പ് ലൈൻ പാകുന്നത്. 2007 കേരള വ്യവസായ വികസന കോർപ്പറേഷൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവുമായി ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് വഴി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെ മംഗലാപുരത്തേക്ക് 1114 കിലോമീറ്റർ പൈപ്പ് ലൈൻ. ആദ്യഘട്ടത്തിൽ 3032 കോടി ചെലവ്. 2012 പൂർത്തീകരണം. ലക്ഷ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. 2007 സാറ്റലൈറ്റ് സർവേ പൂർത്തിയാക്കിയ ഗെയിൽ ആ വർഷം തന്നെ കുഴൽ പാകേണ്ട ജനവാസ കേന്ദ്രങ്ങളിൽ സർവേ കല്ലുകൾ സ്ഥാപിച്ചു. ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചവരെ കുടിവെള്ള വിതരണത്തിനുള്ള കുഴലാണ് വരുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. കഴിഞ്ഞ വർഷം അവസാനം പൈപ്പ് ലൈൻ റൂട്ടിലുള്ള വീടുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള നോട്ടീസ് നൽകിയതോടെയാണ് നാട്ടുകാർ ഗെയിലിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. പരാതിയുള്ളവരോട് ഹിയറിംഗിന് ഹാജരാകാനും നിർദ്ദേശിച്ചു. ഇതിനിടയിൽ കാസർകോട്ടും കോഴിക്കോട്ടെ കൊടിയത്തൂരിലും കുഴലുകൾ ഇറക്കി. അതോടെ പ്രതിഷേധമുയർന്നു. 24 ഇഞ്ച് വീതിയുള്ള പൈപ്പുകൾ 3 മീറ്റർ വരെ ആഴത്തിൽ സ്ഥാപിക്കുന്നതിന് 20 മീറ്റർ ഭൂമിയാണ് ഏറ്റെടുക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഏകജാലക സംവിധാനം വഴി അംഗീകാരം നൽകിയ പദ്ധതിക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നത് 1962 PMP നിയമപ്രകാരം. ഭൂമിക്കടിയിലൂടെ പൈപ്പ് ലൈൻ കടന്നുപോയാലും ഉടമസ്ഥന് ഭൂമിയുടെ അവകാശം നഷ്ടമാവുകയില്ല. പക്ഷേ ആ ഭൂമിയിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനോ കുഴിയെടുക്കാനോ വേറെ ആഴ്ന്നിറങ്ങുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കാനോ പാടില്ല. ചുരുക്കത്തിൽ സ്വന്തം ഭൂമിയിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. മലപ്പുറം പൊന്മള പഞ്ചായത്തിലെ തോട്ടായിക്കൽ ഉണ്ണിയുടെ വീടാണിത്. 5 സെന്റ് സ്ഥലത്ത് EMS ഭവന പദ്ധതി പ്രകാരം ലഭിച്ച ഈ വീടിനും ഗെയിൽ അധികൃതർ നോട്ടീസ് നൽകിക്കഴിഞ്ഞു. അവരുടെ റൂട്ട് മാപ്പ് പ്രകാരം ഈ വീടിന്റെ അടിക്കല്ല് പൊളിച്ചായിരിക്കും പൈപ്പ് ലൈൻ കടന്നുപോവുക. ഹൃദ്രോഗിയായ ഉണ്ണിയും കുടുംബവും ഇതോടെ കൂടുതൽ കഷ്ടത്തിലായി. ഇത്തരം ഒരുപാട് ഉണ്ണിമാർ ഇന്ന് ആശങ്കയിലാണ്. മലപ്പുറത്തെ തന്നെ വലിയാട്ട് 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഹരിജൻ കോളനിക്ക് തൊട്ടടുത്തും സർവേ കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. റൂട്ട് മാപ്പ് പ്രകാരം ഈ കോളനിക്ക് നടുവിലൂടെയായിരിക്കും ലൈൻ പോകുക. എന്നാൽ കോളനിയിൽ ആർക്കും നോട്ടീസ് നൽകിയിട്ടില്ല. അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അംഗീകരിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് ഇത് പൊളിച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനും. അപ്പോൾ ഈ ആദിവാസികളൊക്കെ ഓരോ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ആയിട്ടുകൾക്ക് താമസിക്കാൻ സ്ഥലമില്ല. അല്ല അന്ന പോലെ തന്നെ ആയിട്ടില്ല. ഞങ്ങളുടെ അവസ്ഥ അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയ കാര്യമല്ല. കോളനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഗോത്രവർഗ കോളനികൾ ഇത്തരത്തിലുള്ള കോളനികളിലൂടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ സ്തംഭിപ്പിക്കപ്പെടും. കാരണം അത്തരത്തിലുള്ള നിയമപരമായ പരിരക്ഷയാണ് യഥാർത്ഥത്തിൽ ഇത്തരം വിഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായി അങ്ങിങ്ങായി ചില നോട്ടീസുകൾ നൽകി ജനങ്ങളെ മൊത്തം ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ആണ് ഈ പദ്ധതി ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3500 വർഷം പഴക്കമുള്ള മൂഴിപ്പുറം ക്ഷേത്രത്തിനും കിട്ടിയിട്ടുണ്ട് നോട്ടീസ്. ജനവാസ കേന്ദ്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും പുറമെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമിയിലൂടെയും കൂടിയാണ് വാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്.
പൈപ്പ് ലൈൻ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി പൈപ്പിന് സംഭവിക്കുന്ന എല്ലാ പരിക്കുകൾക്കും അതത് കൃഷിഭൂമിയുടെ ഉടമസ്ഥനായിരിക്കും ഉത്തരവാദി. ട്രാക്ടർ ഇറക്കാൻ പോയിട്ട് തൂമ്പയെടുത്തൊന്ന് കിളയ്ക്കാൻ പോലുമാകാതെ ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ തരിശാകും. കർഷകരുടെ ഈ ഭീതി ഇല്ലാതാക്കാൻ ഗെയിൽ അധികൃതർക്കാകുന്നില്ല. പൈപ്പ് ലൈനിലുണ്ടാകുന്ന വിള്ളൽ അതിനു ചുറ്റുമുള്ള 681 മീറ്റർ ചുറ്റളവിൽ തീപിടുത്തം പോലുള്ള അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാഗ്പൂരിലെ ദേശീയ പരിസ്ഥിതി എഞ്ചിനീയറിംഗ് സ്ഥാപനം നടത്തിയ പഠനത്തിൽ വ്യക്തമാകുന്നു. വാതകക്കുഴൽ 24 ഇഞ്ചിൻ്റേതാണ്. കടന്നുപോകുന്ന വാതകത്തിന്റെ സമ്മർദ്ദം 1249 മീറ്ററും. അതിനാൽ ജനവാസ മേഖലയും പൈപ്പ് ലൈനും തമ്മിലുള്ള അകലം ചുരുങ്ങിയത് 800 മീറ്ററിലധികമാകേണ്ടതുണ്ട്. ഒരാളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വീടുമായി ബന്ധപ്പെട്ട സ്ഥലത്തൂടെ ഇത് കടത്തിവിടരുത്. അതുപോലെ ഭൂമിയുടെ 1 മീറ്ററിൽ താഴെ ഉള്ള ഭൂമിയിൽ മാത്രമേ ഇത് കടത്തിവിടാൻ പാടുള്ളൂ. മിനിമം 1 മീറ്ററെങ്കിലും ആഴം വേണമെന്ന് കൃത്യമായി ഈ നിയമം പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമത്തിൽ ഈ 7A-B-C അനുച്ഛേദം ഉൾപ്പെടുത്താനുള്ള കാരണം തന്നെ ഈ പൈപ്പ് ലൈൻ കൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ ഒഴിവാക്കുക, കാഷ്വാലിറ്റീസ് മാക്സിമം ഒഴിവാക്കുക, അതുപോലെ തന്നെ പൗരന്മാരുടെ ജീവന് സുരക്ഷിതത്വം നൽകുക എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടാണ് ഈ നിയമം നടപ്പിലാക്കിയ ഈ നിയമത്തെ സൃഷ്ടിച്ചതിൻ്റെ സൃഷ്ടാക്കൾ ലെജിസ്ലേച്ചർ ഈ നിയമത്തിൽ ഈ സെക്ഷനുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. കേരളത്തിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഗെയിൽ പദ്ധതി ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് നാട്ടുകാർ പറയുന്നില്ല. പക്ഷേ ജനദ്രോഹകരമല്ലാത്ത രീതിയിൽ സുരക്ഷിതമായ മാനദണ്ഡങ്ങളോടെ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി പുതിയ അലൈൻമെന്റ് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വികസനമാണെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം ഇതിൽ പറയുന്ന ജനവാസ കേന്ദ്രത്തിൽ നിന്ന് എത്ര മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുപോകാനുള്ള നിയമം വെച്ചെങ്കിൽ ആ നിയമത്തിൽ കൂടെ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഞങ്ങളൊരു വിരുദ്ധരല്ല. 2010 കിഴക്കേ ഗോദാവരി പൈപ്പ് ലൈനിലുണ്ടായ സ്ഫോടനവും 2011 ഗോവയിലെ നാഫ്ത പൈപ്പ് ലൈനിലുണ്ടായ അപകടവും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ചാലയിലുണ്ടായ ടാങ്കർ ദുരന്തവുമൊക്കെ ഇവിടുത്തുകാരുടെ മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു. അസ്വസ്ഥതയുടെ നാളുകളാണ് തങ്ങളെയും കാത്തിരിക്കുന്നതെന്ന് ഇവർ പേടിക്കുന്നു.